ആലപ്പുഴ ഹരിപ്പാട് പേവിഷബാധയേറ്റ് മരിച്ച കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന് കുടുംബത്തിന്റെ പരാതി. 8 വയസ്സുകാരനെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോട്ടക്കകം കാഞ്ഞിരംപറമ്പ് ദീപു രാധിക ദമ്പതികളുടെ മകൻ ദേവനാരായണനാണ് മരിച്ചത്. നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവെപ്പെടുത്തില്ല. ഡോക്ടർമാർ ഗുരുതര അനാസ്ഥ കാണിച്ചെന്നും കുടുംബം ആരോപിച്ചു. ഇന്നലെയാണ് പേവിഷബാധയേറ്റ 8 വയസ്സുകാരൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. പേവിഷബാധ മൂർച്ഛിച്ചായിരുന്നു മരണം സംഭവിച്ചത്. ഏപ്രിൽ 21-നാണ് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത്. തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവിനുള്ള മരുന്ന് വെച്ച് വിട്ടയച്ചെന്നും കുടുംബം പറയുന്നു. കുറച്ചു ദിവസത്തിനു ശേഷം കുട്ടിക്ക് ശ്വാസതടസ്സമടക്കമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഇന്നലെ മരിക്കുകയുമായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിനിടെ പേവിഷബാധയേറ്റ് പ്രദേശത്ത് ഒരു പശു ചത്തിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുട്ടിക്കും പേവിഷബാധയേറ്റിട്ടുണ്ടാകുമെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടും ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചെന്നാണ് ആരോപണം. എന്നാൽ നായ ആക്രമിച്ചെന്ന കാര്യം കുടുംബം പറഞ്ഞിട്ടില്ലെന്നും വീണു പരിക്കേറ്റു എന്നാണ് പറഞ്ഞതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് കുടുംബം അറിയിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിയെ നായ ആക്രമിച്ചതെന്ന് പ്രദേശവാസിയായ രഞ്ജിത്ത് പറഞ്ഞു. ഉടൻ തന്നെ കുട്ടിയെയും കൊണ്ട് മുത്തശ്ശി ആശുപത്രിയിൽ പോയി. പട്ടി ഓടിക്കുകയും വീണു പരിക്കേറ്റെന്നും പറഞ്ഞതോടെ കയ്യിലെ മുറിവിന് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. പിറ്റേ ദിവസവും പോയെങ്കിലും നായ ആക്രമിച്ചുള്ള പരിക്കിന് ചികിത്സ നൽകിയിരുന്നില്ല. പ്രതിരോധ വാക്സിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. മുറിവിനുള്ള സാധാരണ മരുന്ന് നൽകി വിടുകയാണുണ്ടായത്. കുറച്ചു ദിവസം കഴിഞ്ഞ് കുട്ടി ചില അസ്വസ്ഥതകൾ കാണിക്കുകയും അസഹ്യമായ വയറുവേദനയും ശരീരവേദനയും ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തതോടെ തട്ടാരമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്കെത്തി. പിറ്റേ ദിവസം രാവിലെ കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ വർദ്ധിച്ചെന്നും വായിൽ നിന്ന് നുരയും പതയും വർദ്ധിച്ചെന്നും അധികം താമസിയാതെ മരണത്തിന് കീഴടങ്ങിയെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.